മുസ്ലിം വിരുദ്ധ വികാരം എന്ന് പറയുന്ന സംഗതിയെ പൊലിപ്പിക്കാൻ ഇത് തലശ്ശേരിയിൽ ഏറ്റവും ശക്തമായി ശ്രമിച്ചിരിക്കുന്ന ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. പക്ഷേ മുസ്ലിം വിരോധം എന്ന് പറയും ലീഗ് വിരോധത്തിന്റെ പേരിൽ മുസ്ലിം വിരോധം നിർമ്മിക്കുന്നതിൽ RSSനേക്കാൾ വലിയ പങ്ക് വഹിച്ചിട്ടത് ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അതായത് മുസ്ലിം വീടുകൾ കൊള്ളയടിച്ചതിനകത്ത് പോയിരിക്കുന്ന മഹാഭൂരിപക്ഷം ആരാന്നറിയോ? CPM-കാരാണ് പോയത്. നമസ്കാരം. നമസ്കാരം. 971 ഡിസംബർ മുതൽ ഒരാഴ്ചക്കാലം, അതായത് ഡിസംബർ 28 മുതൽ ഒരാഴ്ചക്കാലം നടന്നതാണ് ഈ തലശ്ശേരി കലാപം എന്ന് പറയുന്നത്. അതിനെ ചൊല്ലി ഇപ്പം വീണ്ടും വിവാദം കനത്തിരിക്കുകയാണ്. മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള KM ഷാജിയാണ് CPI-യെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഇതിൽ മുഖ്യമായ പങ്ക് CPM-നാണെന്നാണ് ഷാജി പറയുന്നത്. CPI-യുടെ ഒരു ലഘുലേഖ 72-ൽ പുറത്തിറങ്ങിയ ഒരു ലഘുലേഖയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഷാജി ഈ കാര്യം പറയുന്നത്. അങ്ങ് പിണറായിയിലും അതുകൊണ്ടൊപ്പം തന്നെ തലശ്ശേരിയിൽ ജനിച്ച ഒരാളാണ്. അവിടെ നിരവധി കാലം പാർട്ടി പ്രവർത്തനം അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തിയ ഒരാളാണ്. എങ്ങനെയാണ് അങ്ങ് ഇതിനെ വിലയിരുത്തുന്നത്? ഒപ്പം ഈ തലശ്ശേരി കലാപത്തെ ഇതിന്റെ ഒരു യഥാർത്ഥ ചിത്രം എന്താണെന്ന് പറഞ്ഞാലേ, നമ്മൾ ആദ്യം ഉൾക്കൊള്ളേണ്ട സംഭവം ഇന്ന് കാണുന്ന കേരളമല്ല നമ്മൾ ഈ 70-കൾക്ക് 71-കളിൽ ഉണ്ടായിരുന്ന കേരളം. അതുകൊണ്ട് തന്നെ ഇന്ന് കാണുന്ന തലശ്ശേരിയുമല്ല ഈ 70-71 ഉണ്ടായിരിക്കുന്ന തലശ്ശേരി എന്ന് പറയുന്നത്. അന്ന് ഈ പറയുന്ന തലശ്ശേരി മറ്റു പല പ്രദേശങ്ങൾക്കകത്തും ഉള്ളതുപോലെ തന്നെ അതിശക്തമായ എന്താ പറയാ ഒരു മുസ്ലിം വിരുദ്ധ വികാരം പാർട്ടിക്കകത്ത് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ സത്യസന്ധമായാണ് പറയുന്നത്. പാർട്ടിക്കകത്ത് അതിശക്തമായ മുസ്ലിം വിരുദ്ധ വികാരമുണ്ട്. ഈ മുസ്ലിം വിരുദ്ധ വികാരം എന്ന് പറയുന്ന സംഗതിയെ പൊലിപ്പിക്കാൻ ഇത് തലശ്ശേരിയിൽ ഏറ്റവും ശക്തമായി ശ്രമിച്ചിരിക്കുന്ന ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അയാള് അന്ന് നടത്തിയിരിക്കുന്ന വളരെ പ്രസിദ്ധമായിരിക്കുന്ന കുപ്രസിദ്ധമായ പ്രസംഗമുണ്ട്. അല്ല, 1967 സപ്തകക്ഷി മുന്നണി മന്ത്രിസഭ തകർന്നു. സപ്തകക്ഷി മുന്നണി മന്ത്രിസഭ തകർക്കുമ്പോൾ ലീഗിന് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന നേതാവായിട്ടുണ്ടായിരുന്നത് തലശ്ശേരിയിലെ മർഹൂം നമ്മുടെ CKP ചെറിയ മമ്മൂക്കയാണ്. ഈ മമ്മൂക്കയാണ് ചന്ദ്രിക പത്രം സ്ഥാപിക്കുന്നത്. അദ്ദേഹത്തിന് താല്പര്യപൂർവ്വമാണ് അത് തലശ്ശേരി തന്നെ അത് പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. ലീഗിനെ അത് വലിയൊരു പാർട്ടിയായിട്ട് അയാൾ ഡെവലപ്പ് ചെയ്യിക്കുന്നത്. ഇങ്ങനെ വരാവുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഒരു വലിയൊരു അധികാര കേന്ദ്രമായി വാസ്തവത്തിൽ മമ്മൂക്ക ഈ ലീഗിനകത്തും അതുകൊണ്ട് തന്നെ തലശ്ശേരിക്കകത്തും നിറഞ്ഞു നിന്നിരുന്നു. 67 ഈ സപ്തകക്ഷി മുന്നണി മന്ത്രിസഭ തകർന്നതോടെ ഈ പറയുന്ന മുഖ്യമന്ത്രി അന്ന് തലശ്ശേരിയിലെ ഒരു പഴയ പെട്രോൾ പമ്പുണ്ട്, CMT പെട്രോൾ പമ്പ്. ഈ പെട്രോൾ പമ്പിന്റെ അടുത്ത് നടത്തിയിരിക്കുന്ന ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിനകത്ത് എന്താന്ന് പറഞ്ഞാല് മമ്മൂക്ക ഈ ആചാരപരമായി വെക്കുന്ന ഒരു തൊപ്പി ഉണ്ടല്ലോ, ഈ തൊപ്പി തലയിൽ വെക്കാൻ കഴിയുന്നില്ല. കാരണം അധികാരം പോയതോടുകൂടി അയാൾക്ക് തല ചൂടായി തുടങ്ങി. എന്ത് ചെയ്യും നാളെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് മമ്മൂക്കയ്ക്ക് ഒരു സ്ഥിരബുദ്ധിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അധികാരം നഷ്ടപ്പെട്ടതോടെ അയാൾ വിഭ്രാന്തിയിലായി എന്ന് പറഞ്ഞ് അതിശക്തമായി മമ്മൂക്കയെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രസംഗം ഇയാൾ നടത്തി. ഇയാൾ നടത്തുന്നതിന്റെ ഒരു വിചിത്രമായ സംഭവം എന്താന്ന് പറഞ്ഞാൽ ഇയാൾ നേരത്തെ തന്നെ അതിശക്തനായിരിക്കുന്ന മുസ്ലിം വിരുദ്ധനായിരിക്കുന്ന ഒരാളാണ് ഇയാൾ. ഈ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കാൻ ചെയ്തിരിക്കുന്ന ഒരു പണി എന്താ പറഞ്ഞാൽ അത് ലീഗ് വിരോധമാക്കി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പൊ ലീഗ് വിരോധത്തെ മുസ്ലിം വിരോധമാക്കി എന്താ പറയാ അതിനെ പരിവർത്തിപ്പിക്കുകയെന്ന ഒരു വലിയ താല്പര്യം കണ്ണൂർ ജില്ലയിലെ മറ്റൊരു സ്ഥലത്തും ഇല്ലെങ്കിൽ പോലും തലശ്ശേരി ഇത് സമർത്ഥവും ഭംഗിയുമായി നിർവഹിക്കുന്നതിൽ അതിസമർത്ഥമായി വിജയിച്ചിരിക്കുന്ന ഒരാളും കൂടിയാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി. ഇത് വളരെ വളരെ ആധികാരികമായിട്ട് പറയുന്നതാണിത്. ഇതിന്റെ ഫലമായിട്ടാണ് ഈ തലശ്ശേരിയിൽ എന്ത് വരികയാണെന്ന് പറഞ്ഞാൽ അന്ന് ഈ പറയുന്ന നൂർജഹാൻ ഹോട്ടലിന്റെ അടുത്തോട്ട് പോകുന്ന ഒരു ചെറിയ ഒരു യാത്രയും ആ യാത്രക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ചെരുപ്പേർ ഉണ്ടാവുന്നു. അതേ തുടർന്നാണ് വാസ്തവം വരുന്നതെന്ന് പറഞ്ഞാൽ കലാപത്തിൻ്റെതായിരിക്കുന്ന ഒരു സാധനം കത്തിപ്പടരുകയാണ് ചെയ്തത്. തീ കത്തിപ്പടരുന്ന നമ്മളിപ്പോ ലോസ് ആഞ്ചൽസിനെ കണ്ടിരിക്കുന്ന പോലെ കത്തിപ്പടരുകയാണ് സാർ. ഈ കത്തിപ്പടരുന്ന സംഭവത്തിനകത്തത് ഇതിന്റെ അല എവിടെയാണ് വരുന്നത് അറിയാം. ശരിക്ക് CPM-ന് മേൽക്കോയ്മയുള്ള ആധിപത്യമുള്ള ഗ്രാമങ്ങളിലേക്കാണ് ഇതിന്റെ അല അല്ലെങ്കിൽ ഇതിന്റെ പ്രകമ്പനം ഉണ്ടായത്. ഇത് യഥാർത്ഥത്തിൽ ഈ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇതിന്റെ ഒരു തുടക്കം ഈ തുടക്കം എന്ന് പറയുന്നത് നൂർജഹാൻ ഹോട്ടലിലൂടെ വരുന്ന ഒരു ജാഥയുണ്ട്, ഒരു അടിയറ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ഒരു ക്ഷേത്രത്തിന്റെ മേലോട്ട് മടപ്പര ക്ഷേത്രത്തിന്റെ ഒരു സംഭവമായിട്ട് വരുന്ന സംഭവത്തിൽ അടിയറക്ക് നേരെ ചെരിപ്പൂർ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ അത് ഈ നൂർജഹാൻ ഹോട്ടലിന്റെ മുകളിൽ നിറഞ്ഞു എന്നാണ് അത് പ്രചരിപ്പിച്ചത്. അപ്പൊ ഇത് പ്രചരിപ്പിച്ചോടെ എന്തായെന്ന് പറഞ്ഞാൽ അപ്പൊ ഇതിങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന നിങ്ങൾ ശ്രദ്ധിക്കുന്ന സംഭവം എന്താണെന്ന് ഞാൻ അതിശക്തമായിരിക്കുന്ന ലീഗ് വിരോധം പറഞ്ഞ് മുസ്ലിം വിരോധമാക്കി ഈ തലശ്ശേരി ടൗണിനെ ഇയാൾ പരിവർത്തിപ്പിച്ചു. ഇത് വേറൊരാളുടെ തലയിലും വന്ന സംഭവം അല്ല കേട്ടാ. ഒരാൾക്കും ഇതിനകത്ത് വേറെ ഒരു പങ്കുമില്ല. ഇത് വന്നതോടുകൂടി എന്തായെന്ന് പറഞ്ഞാല് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPI-ക്കും CPM-നും സ്വാധീനമുള്ള മേഖലകളിൽ ഇത് വളരെ പെട്ടെന്ന് പടരാൻ തുടങ്ങി.
ഈ പഠനം തുടങ്ങിയപ്പോൾ CPI-ക്കകത്തുണ്ടായിരിക്കുന്ന ഒരു സാമാന്യ തെറ്റില്ലാത്ത അംഗങ്ങൾ ഇതിനകത്ത് പങ്കാളികളായിട്ടുണ്ട്. അവരെ മുഴുവൻ തന്നെ CPI ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അന്ന് ഇവരുടെ പേരിൽ അതിശക്തമായ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടയാൾ ആരാന്ന് പറഞ്ഞാൽ 71 അച്യുതമേനോൻ മന്ത്രിസഭക്കകത്തുള്ള മന്ത്രി കൂടിയായിരിക്കുന്ന NE ബലറാമാണ്. അപ്പൊ ഇതിനകത്ത് വരുന്നൊരു വിഷയം എന്ന് വെച്ചാൽ CH മുഹമ്മദ് കോയ മന്ത്രിയായി എന്നതാണ് ഈ പറയുന്ന മുസ്ലിം വിരോധത്തിന്റെ, ലീഗ് വിരോധത്തിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയം. ഇതാണ് അതിൽ ഏറ്റവും ബേസിക് ആയിരിക്കുന്ന വിഷയം. ഈ പറയുന്ന വിരോധത്തിന്റെ ഭാഗമായി അന്നുണ്ടായിരിക്കുന്ന ദിനേശ് പുരിയുടെ ഒരു ഗണേഷ് പുരിയുടെ കൂട്ടിയിരിക്കുന്ന വിഷയം, അങ്ങനെ വരാവുന്ന സംഭവം കൊണ്ട് ഇത്തരത്തിലുണ്ടാക്കുന്ന താല്പര്യം ഉണ്ടാക്കുന്നവരുടെ താല്പര്യവും ഇയാളുടെ താല്പര്യം എന്താണ്, താല്പര്യം ഒരു പൊതുധാരയിൽ സമന്വയിക്കുകയാണ് ചെയ്തത്. ഈ സമന്വയത്തിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്ന മറ്റൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാല് ഞാനൊരു കുറച്ച് ഉദാഹരണ സ്ഥലത്തിന്റെ പേര് ഞാൻ പറയാം. ഒന്ന് തോട്ടുമൽ, രണ്ടാമത് വരുന്നത് പൊന്നും സറാമി, ഇങ്ങനെ വരുന്ന ഭാഗങ്ങളുണ്ട്, പാറപ്പുറം, ഇങ്ങനെ വരുന്ന ഭാഗങ്ങളെല്ലാമാണ് പള്ളിക്ക് നേരെ ഉണ്ടായിരിക്കുന്ന ആക്രമണങ്ങൾ ഉണ്ടായത്. ഈ സ്ഥലങ്ങളിൽ ഒന്നും തന്നെ എന്തില്ല എന്ന് പറയുന്നത് RSS എന്ന് പറയുന്ന സാധനത്തിന് മരുന്നിന് പോലും ഇല്ലാത്ത മേഖലയാണ്. മരുന്നിന് പോലും ഇല്ല. ഇതെങ്ങനെയാണ് ഇവിടെ വന്നത്? ഇത് വളരെ വളരെ അത് മാത്രമല്ല, ഇതിനകത്ത് ഇപ്പോ ഈ CPM-ന്റെ ആളുകളെല്ലാം എല്ലാ സ്ഥലത്തും പ്രചരിപ്പിക്കുന്ന സംഭവം, അതായത് തലശ്ശേരി കലാപത്തിന് പിന്നിൽ RSS ആണെന്നുള്ളൊരു പ്രചാരണം തീർത്തും അവാസ്തവികമാണെന്നാണ് താങ്കൾ പറയുന്നത്. അല്ല, അത് അങ്ങനെയല്ല. അതിന്റെ ലീഡർഷിപ്പ് അവർക്കാണെന്ന് പറയുന്നതിനകത്ത് യാതൊരു വസ്തുതയുമില്ല, ഒരു വസ്തുതയുമില്ല. പക്ഷേ മുസ്ലിം വിരോധം എന്ന് പറയും, ലീഗ് വിരോധത്തിന്റെ പേരിൽ മുസ്ലിം വിരോധം നിർമ്മിക്കുന്നതിൽ RSS-നേക്കാൾ വലിയ പങ്ക് വഹിച്ചിട്ടത് ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അതിന്റെ ഫലമായിട്ട് എന്ന് പറഞ്ഞാൽ അതിശക്തമായിരിക്കുന്ന മുസ്ലിം വിരോധം ഈ തലശ്ശേരിയുടെ ഒരു പൊതു രാഷ്ട്രീയ പ്രവർത്തനത്തിലെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊതു രാഷ്ട്രീയ പ്രവർത്തന മുഖമുദ്രയായിട്ട് മാറി. ഈ മുഖമുദ്രയായി മാറിയപ്പോഴാണ് ഇനി ഇതിന്റെ ഞാൻ വളരെ ഇതായിട്ട് പറയാം. ഈ പറയുന്ന പൊന്നത്ത് നടന്നിരിക്കുന്ന സമയത്ത് പൊന്നത്താണ് മരുന്നിന് പോലും RSS-കാരില്ല. വേറ്റും ഒരു പള്ളിക്ക് നേരെ ഉണ്ടാക്കുന്ന ആക്രമണം നാടെ മരുന്നിന് പോലും RSS-കാരില്ല. ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു സ്ഥലത്തുമില്ല. ഇനി ഇതിനേക്കാൾ ഏറ്റവും ഗംഭീരമായ വഴി ഞാൻ പറയാം. ഈ ഇതെല്ലാം നടക്കുന്ന സമയത്ത് ഇപ്പൊ CPM നടത്തിയിരിക്കുന്ന വലിയ പ്രചരണം എന്താ പറഞ്ഞാൽ തലശ്ശേരിയിൽ സമാധാന ദൂതനെ പോലെ ഇയാളാണ് വന്നത്. ശുദ്ധ കളവും അസംബന്ധവുമാണ്. ഞാൻ വളരെ ആധികാരികമായിട്ട് പറയാണ്. ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇയാൾ തലശ്ശേരിയിൽ എത്തുന്നത് എപ്പോഴാണെന്നറിയോ? പാട്ടം രാജാട്ടൻ, ഇപ്പൊ CMB-യിൽ നിന്ന് CPM-ലേക്ക് പോയിരിക്കുന്ന സഖാവ് പാട്ടം രാജാട്ടൻ എന്ന് കൂത്തുപറമ്പിലെ ടാക്സി തൊഴിലാളി യൂണിയൻ നേതാവാണ്. സർവോപരി അഡ്വക്കേറ്റുമാണ്, പഠിച്ച അഡ്വക്കേറ്റുമാണ് മൂപ്പര്. അപ്പൊ ഈ അഡ്വക്കേറ്റ് ആയിരിക്കുന്ന ആളുകളെയാണ് അന്ന് ഈ പറയുന്ന പോലെ ഒരു വലിയ യൂണിയന്റെ ഒരു ഉത്തരവാദിത്തം പാർട്ടി നിങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാം. ഈ രാജാട്ടൻ എടുത്തു വന്നിരിക്കുന്ന കാറിനകത്ത് അദ്ദേഹം കൂത്തുപറമ്പിൽ നിന്ന് വന്ന് പിണറായി ഈ ചങ്ങായിനെ കൂട്ടിയിട്ടാണ് ഇവിടെ പോകുന്നത്, തലശ്ശേരി പോകുന്നത്. വാ തുറന്ന കളവ് പറയുന്ന ഇവനുമായി ബന്ധമുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്നതാണ്. ഈ കലാപത്തെ എന്താ പറയാ അതിനെ ഒന്ന് നിർവീര്യമാക്കാൻ ശ്രമിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവച്ചതാരാ? തലശ്ശേരിയിൽ കമ്പിൽ ഗോപാലാട്ടൻ, പിന്നെ വേറെ ആരാ? ഒന്ന് TC ഉമ്മർക്ക. ഇങ്ങനെ വരുന്ന ആളുകളുടെ നേതൃത്വത്തിലാണ് അന്ന് എഴുതുന്ന പറഞ്ഞാൽ ഈ പറയുന്ന സംഭവം ഇത് വ്യാജ പ്രചരണത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയതാണ്. അവിടെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ വഴിപ്പെട്ട് പോകരുത് എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് ആര് വരുന്നു? അന്നത്തെ പാർട്ടിയുടെ സെക്രട്ടറി കൂടിയാക്കുന്ന MBR വരുന്നു. അങ്ങനെയാണ് ദേശാഭിമാനി പത്രത്തിനകത്ത് അന്ന് പ്രധാനപ്പെട്ട വാർത്ത വന്നു. സ്വന്തം ജീവൻ കൊടുത്തിട്ടാണെങ്കിൽ പോലും ഈ കലാപത്തെ നമ്മൾ കലാപത്തെ പ്രതിരോധിക്കണം എന്ന് ദേശാഭിമാനിയുടെ അന്നത്തെ ദേശാഭിമാനിയുടെ ലീഡ് ന്യൂസാണത്. ഇയാൾ ഏടെയുണ്ട്? ഇത് വരുന്ന സമയത്ത് ഇത് വേറെ നോക്ക്. ഈ പാറപ്പുറത്തെ പള്ളി പൊളിക്കുന്നു. പാറപ്പുറത്തെ പള്ളി പൊളിച്ച കേസിനകത്ത് പ്രതിയാൽ മുണ്ടയിൽ കോരന്റെ മകൻ ആര്? കുമാരനല്ലേ? കാര്യം പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മൂത്ത സഹോദരനായിട്ടുള്ള UK കുമാരനാണ് പാറപ്പുറത്തെ പള്ളി പൊതിക്കുന്നതിൽ പ്രധാന നേതൃത്വം വഹിച്ചത് എന്ന്. UK കുഞ്ഞിരാമൻ തെറ്റിപ്പോയതാണ്. ഇയാൾ മുണ്ടയിൽ കോരന്റെ മകൻ. മുണ്ടയിൽ ഇയാൾ ശരിക്കാരാന്ന് ശരിക്ക് ഇയാളുടെ വീട്ടുപേര് ആലക്കാടെന്ന ഇയാളുടെ വീട്ടുപേര്. മുണ്ടയിൽ കോരന്റെ മകൻ ആലക്കാടൻ വിജയനാണ് ഇത് ശരിക്ക്. അത് പിന്നീട് ഈ പിണറായി എന്ന് പറഞ്ഞാൽ പിണറായി ആദ്യത്തെ പിണറായിന്റെ പേര് ഉപയോഗിച്ച ആളാരാ? പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ ഒന്നുപോലെ അത് ഉപേക്ഷിച്ച് പോയി കഴിക്കുന്ന പിണറായി കൃഷ്ണൻ നായരാണ്. ആ പിണറായി എന്ന് പറയുന്ന ഗ്രാമത്തിന്റെ ഗംഭീരമായിരിക്കുന്ന പേര് ചങ്ങായി മാറ്റുക ചെയ്ത്. ഇയാൾക്ക് പിണറായി എന്താ ബന്ധം? അത് വേറെ വിഷയം. അപ്പൊ ഈ പറയുന്ന കുമാരനി കേസിന് FIR-നകത്ത് പ്രതിയാണ് ഇയാള്. ഈ പ്രതിയാകുന്ന സംഭവത്തിൽ വെച്ചാൽ എങ്ങനെയാണെന്ന് ഇയാളെ രാജാട്ടൻ കൂട്ടിയിട്ട് വരികയാണ്. ഈ പാണ്ഡ്യാലപ്പൂക്കിലല്ല ഇയാളുടെ വീട് എവിടെയാന്ന് പറഞ്ഞാൽ ഇടക്കടവിന്റെ അടുത്തുള്ള വീടാണത്. ഇടക്കടവിന്റെ അടുത്തുള്ള വീടിന്റെ അടുത്ത് കുമാരൻ പള്ളി കൊടുക്കുന്ന ഇവിടെ അങ്ങേ പ്രതി പാറത്തേക്ക് പോവാണ്.
ഇയാൾ അടുത്തേക്ക് വന്നു, ഇയാൾ പാട്ടിന്റെ ആയിട്ട് കൂട്ടിയിട്ട് അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ തലശ്ശേരിയിലേക്ക് വരികയാണ്. ഇതാണ് ഇത് യഥാർത്ഥമായിരിക്കുന്ന ചിത്രം. മറിച്ചല്ലാതെ സമാധാന ദൂതനായിട്ടോ ശാന്തി ദൂതനായിട്ടോ വന്നിരിക്കുന്ന ഒരു സംഭവമൊന്നും ഇയാൾക്ക് അന്നത്തെ ഈ സംഭവത്തെ പകരം ഇത് നിർമ്മിക്കുന്നതിൽ, ഇത് രൂപപ്പെടുത്തുന്നതിൽ, ഇത് ആളിപ്പടരുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് ഇയാൾ. രണ്ടാമത്തെ വിഷയം നിങ്ങൾ എടുക്കൂ. ഈ പറയുന്ന ഇപ്പൊ കുറച്ചു മുമ്പിൽ പച്ചക്കുതിര എന്ന് പറഞ്ഞൊരു ഒരു മാഗസീൻ ഉണ്ടല്ലോ. ഈ പച്ചക്കുതിര മാഗസീനകത്ത് തലശ്ശേരി നടക്കുന്ന കലാപത്തെ കുറിച്ച് ഗംഭീരമായിരിക്കുന്ന ഒരു സാധനം കുറച്ച് മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അത് എടുത്തു നോക്കിയാൽ തിരിയും. ഈ പൊളിക്കുന്ന, അതായത് മുസ്ലിം വീടുകൾ കൊള്ളയടിച്ചതിനകത്ത് പോയിരിക്കുന്ന ഒരു മഹാഭൂരിപക്ഷം ആരാന്നറിയോ? CPM-കാരാണ് പോയത്. CPM-കാരാ പോയത്. CPI-ക്കാർ ഇവര് നടപടി എടുക്കുന്നവർ അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ അറസ്റ്റ് ചെയ്യണമെന്ന് NE ബലറാം അന്ന് പരസ്യമായി പറയുകയും അച്യുതമേനോന്റെ ഗവൺമെന്റ് അത്തരം ഒരു തീരുമാനത്തിനകത്ത് ഉറച്ചു നിൽക്കുകയും ചെയ്തതോട് കൂടിയിട്ടാണ് CPM-കാർക്ക് എന്ത് പറയേണ്ടി വന്നത്? ജാമ്യത്തിലെടുക്കുന്ന പരിപാടി അവർക്ക് നിർത്തിവെക്കേണ്ടി വന്നത് അതിനെ തുടർന്നാണ്. പക്ഷേ ഇതിനകത്ത് പങ്കെടുത്തവർ മുഴുവൻ തന്നെ CPI-ക്കാർ ആയിരുന്നു എന്ന് വരുത്തി തീർക്കാനാണ് ഈ പറയുന്ന വിദ്വാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചത്. അതിനെ പ്രതിരോധിക്കാനുള്ള ഭരണത്തിന്റെ ഭാഗവും കൂടിയായിട്ടാണ് അന്ന് പിന്നെ CPI എന്ത് ചെയ്ത് ഈ ലഘുലേഖ പുറത്തിറക്കുന്നത്. ഇതിന് ശേഷം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇതിനകത്ത് ആരെങ്കിലും ഇവർ പുറത്താക്കിയിട്ടുണ്ടോ? ഇതിനകത്ത് ഈ കലാപത്തിനകത്ത് പങ്കെടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരാളെ ഈ CPM-കാർ പുറത്താക്കിയിട്ടുണ്ടോ? ഒരാളെ ഇയാൾ പുറത്താക്കിയിട്ടില്ല. ഇനി ഈ കലാപത്തിന്റെ ഏറ്റവും തീക്ഷ്ണമായ അനുഭവം നടന്നിരിക്കുന്ന സ്ഥലം ഈ തലശ്ശേരി ടൗണിന് പുറത്തെവിടെയാണെന്നറിയോ? പുറത്തെവിടെയാണ്? തോട്ടുമല്ല ഉമ്മഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ ഉമ്മഞ്ചിറയിലെ പള്ളിക്കെതിരെയാണ് ആക്രമണം. ഉമ്മഞ്ചിറയില്ലാതെ ഏറ്റവും കൂടുതൽ കച്ചറ അതിഗംഭീരമായിട്ട് അടിഞ്ഞാടിയത്. അവിടെയുള്ള ഇരിക്കുന്ന ആളുകൾക്ക് വരിയും ഭക്ഷണവും കൊണ്ടേ കൊടുത്തത് ആരാന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ പാണ്ഡ്യാല ഗോപാലനാണ്. എന്റെ അച്ഛൻ പാണ്ഡ്യാല. അത് കൂടെ നിന്നുണ്ടായിരുന്നത് ഈ പറയുന്ന മലബാർ എപ്പോഴും എക്കാലവും കണ്ടിട്ട് ഏറ്റവും പ്രഗത്ഭനായിരിക്കുന്ന ആയോധന നിപുണനും കൂടിയായിട്ടുള്ള പിന്നെ ചെറായി ഉണ്ടാട്ടെ. ദേശാഭിമാനി പത്രത്തിന്റെ ദേശാഭിമാനി പത്രത്തിന്റെ ഫ്രണ്ട് ഫോട്ടോ ആണ് അതാണത്. അന്നത്തെ ഈ കേരളം മുഴുവൻ വന്നിരിക്കുന്ന ഒറ്റ ഫോട്ടോ ആണെന്നത്. അപ്പൊ പാർട്ടി വാസന എന്താ വെച്ചാൽ പാർട്ടി വഹിച്ചു പോയി സംഭവിച്ചത്. കാരണം ഇത്രയേറെ പാർട്ടിയുടെ അനുഭാവികളായിരിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ഇതിനകത്ത് പങ്കാളികളായത്? ഈ പങ്കാളികളാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടത് ഈ പറയുന്ന ആളുടെ തനിശക്തമായിരിക്കുന്ന പിന്നെ ലീഗ് വിരോധത്തിന്റെ പേരിലുണ്ടാക്കിയിരിക്കുന്ന മുസ്ലിം വിരോധമാണ്. ഈ മുസ്ലിം വിരോധത്തിന്റെ തുടർച്ച തന്നെയാണ് അയാൾ ഇപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം. മലപ്പുറം ജില്ല മറ്റേതാന്ന് പറയുന്ന സാധനം. ഇത് ഇയാൾ ഉള്ളിനകത്ത് കിടക്കുന്ന തനി വർഗീയവാദിയുടെ അതേ മാനസികാവസ്ഥയുടെ എക്സ്പ്ലോഷറാണ് വാസ്തവത്തിൽ ഈ ഒരു ഏതാണ്ട് ഒരു മാസങ്ങൾക്ക് മുമ്പേ പിന്നെ വിവിധങ്ങളായ പത്രങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും പിന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന സംഭവത്തിന്റെ ഉത്തരവാദി ആരാന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല, അത് ഈ പറയുന്ന ആളുടെ ബോധപൂർവമായ പിന്നെ സംഭവത്തിന്റെ ഭാഗമായിട്ടാണ് സംഭവം. ഇത് പക്ഷെങ്കിൽ ഇതാരും പറയില്ല എന്നുള്ളതാണ്. അതെ, KM ഷാജിയും ഇപ്പൊ ഈ കാര്യം പറയുന്നുണ്ട്. അതായത് ഈ 33 പള്ളികള് പൊളിച്ചെടുത്ത് 15 പള്ളികളുടെ കിലോമീറ്റർ പരിസരത്ത് പോലും RSS-കാരുണ്ടായിരുന്നില്ല, ജനസംഘം ഉണ്ടായിരുന്നില്ല എന്ന കാര്യം. ഇല്ല. അപ്പൊ തീർത്തും ഈ RSS ആണ് ഇതിന് പിന്നിൽ എന്നുള്ളത് ഒരു വെറുതെ ഉള്ള ഒരു വരുത്തി തീർക്കൽ മാത്രമാണ് അല്ലെ? അല്ല, അങ്ങനെയല്ല. അതെന്താന്ന് പറഞ്ഞാൽ അതല്ല. അതിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം വിരോധം, ലീഗ് വിരോധം മുസ്ലിം വിരോധമാക്കി ഉപയോഗിക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടായപ്പോ സ്വാഭാവികമായും പരിവാറിന്റെ ഒരു രാഷ്ട്രീയ നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ്. ആ രാഷ്ട്രീയ നിലപാടിനെ പരമാവധി ആക്സലറേറ്റ് ചെയ്യാൻ അവർ ശ്രമിക്കും, ഉറപ്പാണത്. ആ ശ്രമത്തിന് വഴിമരുന്ന് ഇട്ടുകൊടുത്തതാര്? ആ വഴിമരുന്ന് ഇട്ടുകൊടുത്ത ആൾ വാസ്തവത്തിൽ ഇയാളാണ്. ഇയാൾ ഇന്നും വാസ്തവത്തിൽ ഇയാൾ ഈ നിരവധി കേസുകൾ, ഒട്ടനവധി കേസുകൾ എപ്പോ വേണമെങ്കിലും ജയിലിന്റെ അഴിവൊഴിച്ചാൽ പുറത്തു വരാത്ത അവസ്ഥയിൽ ബന്ധസ്ഥനായി പോകുന്ന ഇതെന്നെല്ലാം ഇയാൾ രക്ഷപ്പെട്ടു നിൽക്കുന്നതും ഇതേ ടാക്ടിക്കൽ ലൈനിന്റെ ഭാഗമാണത്. ഇതേ ടാക്ടിക്കൽ ലൈനാണത്. അന്ന് പ്രയോഗിച്ചിരിക്കുന്ന അതേ സംഭവമായിരുന്നു. എന്നിട്ടോ നാട് മുഴുവൻ പ്രചരിപ്പിക്കാൻ ഞാനിങ്ങനെ പരിവാറിന്റെ RSS-നെതിരെ വന്നിട്ട് ഒരു പടനായകനുമില്ല, അതിൽ വെറും അങ്ങനെ സംഭവങ്ങൾ വാസ്തവത്തിൽ ഉണ്ടായിട്ടില്ല. അത് മുഴുവൻ വ്യാജ നിർമ്മിതികളാണ്. അങ്ങനെ ഇയാൾ കൊല്ലാനായിട്ട് ആരും പോയിട്ടുമില്ല, വാങ്ങിച്ചുമില്ല, ഒന്നുമില്ല. ജാനതാൽ പഠനക്കാരനല്ലേ. അതെ, ഐക്യ കേരളം രൂപീകരിച്ചതിന് ശേഷം കേരളത്തിൽ ഉണ്ടായ ആദ്യത്തെ ഒരു വർഗീയ കലാപമായിട്ടാണ് ഈ തലശ്ശേരി കലാപം വിലയിരുത്തുന്നത്. യഥാർത്ഥത്തിൽ കണ്ണൂരിന്റെ രാഷ്ട്രീയത്തിൽ ഈ CPM എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു വേരൂന്നുന്നതിൽ ഈ ഒരു കലാപവും അതുമായിട്ട് ഉണ്ടായ സംഭവങ്ങളൊക്കെ കാരണമായിട്ടുണ്ടാകുമോ? അല്ല, അതിനകത്ത് ശേഷം വന്നത് എന്താണെന്ന് പറഞ്ഞാൽ പിന്നീട് താമസിക്കുന്ന പ്രചരണങ്ങൾ. ഇപ്പൊ ഇതിനകത്ത് ഞാൻ പറയാം, UK കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ ആള് പിന്നെ കള്ളുഷാപ്പിൽ പിന്നെ വെച്ചിട്ട് മരിക്കുന്നുണ്ട്, UK കുഞ്ഞിരാമൻ. ആ സംഭവത്തിന്റെ വസ്തുത എന്താണ് എന്ന് കേരളത്തിലെ നിയമസഭക്കകത്ത് വളരെ കൃത്യമായി പൊളിച്ചടുക്കി കൊടുത്തത് ആരാണെന്ന് പറഞ്ഞാൽ മരിച്ചുപോയിരിക്കുന്ന പിന്നെ ശ്രീമാൻ PT തോമസ് MLA ആണ്. ഈ വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ അന്നത്തെ നിയമസഭക്കകത്ത് ഉണ്ടായിരുന്ന ആളാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി. ഇയാൾ UK കുഞ്ഞിരാമന്റെ പേര് പോലും അവിടെ പരാമർശിച്ചിട്ടില്ല. നിയമസഭയുടെ ഡോക്യുമെന്റ് എടുത്ത് നോക്കിക്കോളൂ, പരാമർശിച്ചിട്ടില്ല. കളവ് പറയുന്നതാണ്. അത് ശരിക്കും എന്താ ഉണ്ടായെന്ന് പറഞ്ഞാല് പിന്നെ കള്ളു ഷാപ്പിന്റെ അകത്തുണ്ടായിരിക്കുന്ന അടിയുടെ ഭാഗമായി
അവിടെ ഉണ്ടായിരിക്കുന്ന നമ്മുടെ ഷാപ്പിന്റെ നമ്മൾ അദ്ദേഹം- നിലയിടുക എന്ന് പറയില്ല അതെ, 72 ജനുവരി 3-ം തീയതി അദ്ദേഹം മരണപ്പെട്ടു. അതെ അതെ കൊല അത് ചെയ്യപ്പെട്ടു. അതിന്റെ ഈ നില പിന്നെ പൂട്ടത്തിലെടുക്കുന്ന ഊരായി എന്ന് പറഞ്ഞ സാധനമില്ലേ വലിയ ഈ ഊരായി എടുത്തിട്ട് തലക്കടിച്ചിട്ടാണ് അയാൾ ചത്തുപോയി. അയാൾ ഈ അടിച്ചയാൾ ഇപ്പൊ ബാക്കിയുണ്ട് പോയി. ഇയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പെടുക്കുക. ശിക്ഷയെല്ലാം കഴിഞ്ഞാൽ ഇപ്പൊ ജീവിച്ചിരിപ്പെടുന്നതാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് അറിയില്ല, കൂടുതൽ അറിയില്ല എനിക്ക്. അപ്പൊ ഇത് മുഴുവൻ തന്നെ എന്താ വെച്ചാൽ ശുദ്ധമായിരിക്കുന്ന കളവും അസംബന്ധങ്ങളുമാണ്. ഇതിന്റെ ഭാഗമായി പാർട്ടി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ മുസ്ലിം കേന്ദ്രങ്ങളിൽ നടത്തിയിരിക്കുന്ന പ്രചരണം എന്താ പറഞ്ഞാൽ നിങ്ങളുടെ രക്ഷകൻ ഞങ്ങളാണ് എന്നാണ്. ഈ പ്രചരണമാണ് വാസ്തവത്തിൽ പലപ്പോഴും ഇവരെന്ത് ചെയ്തിട്ടുണ്ട് മുസ്ലിമിനെ, അതായത് അവർ ഭയന്നു എന്നുള്ളതാണ് അന്നത്തെ ഒരു അവസ്ഥ. ഇന്ന് അവരെ ആ ഇത് ഭയക്കൂല, അത് വേറെ വിഷയം. പക്ഷേ അന്നത്തെ അവസ്ഥയിൽ എന്താണ്, അന്നത്തെ അവസ്ഥയിൽ അവർ ഭയന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും ഭീകരമായ ചിത്രമാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന. പിന്നെ ഈ നമ്മുടെ എന്റെ വീട്ടിന്റെ അടുത്ത് ജസ്റ്റ് ഏതാച്ചാൽ ഒരു 3-4 കിലോമീറ്ററേ ഉള്ളൂ. നടന്നിട്ട് പോവുകയാണെങ്കിൽ ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ. ഉമ്മൻചിറ. ആ ഉമ്മൻചിറയിലെ ഈ സംഭവങ്ങളൊക്കെ അന്നത്തെ കാലത്ത് താങ്കൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവും അല്ലെ? എനിക്ക് ഈ സംഭവം അറിയാം ഈ സംഭവം. കാരണം 71 പറയുമ്പോൾ പറഞ്ഞാൽ എനിക്ക് അത്ര ചെറിയ പ്രായമല്ലേ എനിക്ക്. ചെറിയ പ്രായമല്ലേ. ഞാൻ 62-63 ഞാൻ പിന്നെ ഭൂമിയിലേക്ക് വരുന്നത്. അപ്പൊ ഷാജിയേട്ടാ, അപ്പൊ എന്തായാലും ഈ തലശ്ശേരി കലാപവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിരവധി വേർഷൻസ് ആണ് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ വീണ്ടും ഇപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ KM ഷാജി ഒരു വിവാദവും പുറത്തിറക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമ്മളോട് ഈ സംസാരിച്ചതിന് വളരെയധികം നന്ദി. ഓക്കെ താങ്ക് യു.